ഹായ്, ഇന്ന് നമുക്ക് നാരങ്ങ അച്ചാർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി, നുറുക്കി വെച്ച ഇഞ്ചി ഇവ രണ്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട കായമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 കഷ്ണം കട്ട കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിതിലേക്ക് വിനെഗറോ ഒന്നും ചേർക്കുന്നില്ല. നാരങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടുപ്പത്ത് വെച്ചേക്കാം. നാരങ്ങ നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. പത്ത് മിനിറ്റിന് ശേഷം ദേ ഇങ്ങനെ ആയിണ്ടാവും. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. വിനെഗർ ഒന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാർ റെസിപ്പിയാണ്. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.